ഇവിടെ ഈ പെണ്ണ് ബോയ്സ് അവളെ ഫോളോ ചെയ്യുമ്പോഴെല്ലാം സിമ്പിളായിട്ട് ഫോൺ എടുത്ത് അവളുടെ അച്ഛനോട് സംസാരിക്കുന്നതായിട്ട് നടിക്കാറുണ്ട്. ഒരു ദിവസം ഒരുത്തൻ ഇവൾ ആക്ട് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി അവളുടെ ഫോണ് തട്ടിപ്പറിക്കുകയാണ്. എന്നാൽ സത്യത്തിൽ ലൈനിൽ ആരോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടതും പേടിച്ച് ആ ചെക്കൻ അവൾക്ക് ഫോൺ തിരികെ കൊടുത്തിട്ട് പോയി. എന്നാൽ അവൾ അവന്റെ പിന്നാലെ ഓടിച്ചെന്നു. അപ്പോൾ അവൻ പറഞ്ഞത് അവളുടെ അച്ഛനാണോ സംസാരിച്ചതെന്ന്. ഇത് കേട്ട് അവൾ ഷോക്കായി. അതെന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ മരിച്ചിട്ട് ഏകദേശം 10 വർഷങ്ങൾക്ക് മുകളിലായിരുന്നു. അന്നു മുതൽ അവൾക്ക് അച്ഛനെ കൂടുതൽ മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അടുത്ത ദിവസം മുതൽ അവൾക്ക് അത് ശരിയാണോ എന്ന് അറിയാനായി തന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാണ്. നോക്കുമ്പോൾ സത്യത്തിൽ അച്ഛൻ അവളോട് സംസാരിക്കുകയാണ്. അവൾ ഫോൺ വാങ്ങി കാതിൽ വെച്ചതും ഒന്നും കേൾക്കുന്നില്ല. അന്നു മുതൽ അവൾ കാണുന്ന ഓരോരുത്തർക്കും അവൾ ഫോൺ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരുന്നു. അവളാൽ അച്ഛനോട് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കേട്ടത് അവൾക്കൊരു സന്തോഷം നൽകി. അച്ഛൻ തന്നോട് സംസാരിക്കാത്തതിൽ അവൾക്ക് വിഷമവും ഉണ്ടായി. പിന്നീടാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. അവൾ ഫോൺ കൈമാറുന്ന ഓരോരുത്തർക്കും ഒരു തവണ മാത്രമേ അച്ഛനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് ഇഷ്ടമുള്ള പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഈ സമയം അമ്മ അച്ഛനെ ഓർത്ത് വിഷമിച്ചു. അപ്പോഴാണ് അച്ഛനുമായി സംസാരിക്കുന്ന വിഷയം അവൾ അമ്മയോട് പറഞ്ഞത്. എന്നാൽ അമ്മ അവളെ കളിയാക്കുകയാണ് ചെയ്തത്. എന്നാൽ അവൾ ഫോൺ അമ്മയ്ക്ക് കൊടുത്തതും അവർക്ക് കണ്ണു നിറയാൻ തുടങ്ങി. സത്യത്തിൽ അച്ഛൻ അവരോട് സംസാരിക്കുന്നു. ഇത്ര വർഷത്തെ എല്ലാ വിഷമങ്ങളും അവർ തമ്മിൽ സംസാരിച്ചു. അവസാനം അവൾക്ക് ഫോൺ കൊടുത്തു. എന്നാൽ ഒന്നും കേൾക്കില്ല എന്ന വിചാരത്തിൽ അവൾ ഫോൺ കാതിൽ വെച്ചതും അച്ഛൻ അവളോട് സംസാരിക്കുന്നു. ഇത്ര വർഷങ്ങൾക്ക് ശേഷം അച്ഛന്റെ ശബ്ദം കേട്ട് അവൾ കരയാൻ തുടങ്ങി. അവൾ സംസാരിക്കുന്നത് അച്ഛൻ എന്നും കേട്ടിരുന്നു. ഒരു ചാൻസ് മാത്രമുള്ളതിനാലാണ് അച്ഛൻ ശരിയായ മൊമെന്റിനായി വെയിറ്റ് ചെയ്തത്. അവരുടെ സംസാരത്തിന് ശേഷം ആ ലൈൻ പെർമനന്റ് ആയിട്ട് കട്ടാവാണ്.